ല എന്ന് പറഞ്ഞു നോക്കി. ല ല ലാ ഇലാഹ. ആ ല എന്ന് പറയുമ്പോൾ നാവ് എവിടെ നിൽക്കണത്? അവിടെ നിന്ന് പോസ് ചെയ്താട്ടെ. ല ല അവിടെ വെച്ചിട്ട് ലാ എന്നുള്ള സൗണ്ട് വരണം. അല്ലാഹ്. ഇത് വലദ്ദാലിൻ്റെ ലാ അല്ല. ഇത് ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വല. ആ ലാ എന്ന് പറഞ്ഞാൽ നാവിൻ്റെ സൈഡ് ഉണ്ടല്ലോ, നാവിൻ്റെ സൈഡ്, ഈ ഒരു നീളത്തിൽ വരുന്ന സൈഡ്, ഈ സൈഡ് മേലെ അണപ്പല്ലിനോട് ചേർത്ത് വെക്കുമ്പോഴാണ് വലദ്ദാ വലദ്ദാ. മുമ്പക്ക് വരരുത്. മുമ്പക്ക് വരുന്നത് താഇന് പുള്ളിയിടൂല, താ പുള്ളി, അതാണ് അല്ലാഹ്. ദില്ലൻ ദലൂല, ദില്ല്, അത് താഇന് പുള്ളിയിട്ടതാണ്. ഇത് രണ്ടുമല്ല അല്ലാഹ്. അല്ലാഹ് എന്നത് ലാ ലായാണല്ലോ, അത് അലിഫ് ലാമ് ലാമ് ഹാ. അതുകൊണ്ട് ലാമിനെ തഫ്ഹീം ചെയ്യാന്ന് പറയും. അതിനെ ഒന്ന് കനപ്പിച്ച് ഗാംഭീര്യത്തിൽ പറയണം. ഇത് അള്ളാഹിൻ്റെ ഇസ്മാണ്. അതുകൊണ്ട് ലാ എന്ന് പറയുന്നിടത്ത് നിന്നാണ് ഈ ലാ സൗണ്ട് വരേണ്ടത്. അപ്പോഴാണ് അല്ലാഹ് എന്ന് പറഞ്ഞാൽ ശരിയാവുള്ളൂ. അല്ലാഹ് എന്ന് പറഞ്ഞു നോക്കി, അല്ലാഹ് എന്ന് പറഞ്ഞു നോക്കി. പാകിസ്ഥാനിലൊക്കെ അല്ലാ എന്ന് പറയില്ലേ, അത് കറക്റ്റാണ്. തഫ്ഹീം ചെയ്യുന്നില്ല എന്നുള്ള കുഴപ്പമേ ഉള്ളൂ. പക്ഷെ മഖ്റജ് കറക്റ്റാണത്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയൊരു, അങ്ങനെ പറഞ്ഞാൽ അത് ലാമ് കറക്റ്റ് തന്നെയാണല്ല. പക്ഷെ തഫ്ഹീം ചെയ്യണം. അത് ആ ഇസ്മിനോട് കാണിക്കേണ്ട ഒരു ബാധ്യതയാണ്. അപ്പം അതിന് അല്ലാഹ് സൗണ്ട് വരണം. അവ അല്ലാഹു അക്ബർ, സമിഅ അല്ലാഹു ലിമൻ ഹമിദ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ വെക്കുന്നിടത്ത് നാവ് ലാ വരുമ്പോൾ എവിടെയാണോ തട്ടണത് അവിടെ തന്നെ വെച്ചിട്ട് ഒരു അല്ലാഹ് സൗണ്ട് ഉണ്ടാക്കണം. ഇതുവരെ പറഞ്ഞതൊക്കെ ചിലപ്പോൾ പാളിയിട്ടുണ്ടാവില്ലേ. ഇവിടെ നിന്ന് അങ്ങോട്ട് ശരിയാക്കുക, അല്ല അപ്പം എന്ത് ചെയ്യും? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഉണ്ട്, ലാദുണ്ട്. ലാദ് വലദ്ദാലിൻ. അത് നാവ് റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ രണ്ടാലൊരു ആ നീളം മേലെ അണപ്പല്ലിനോട്, അണപ്പല്ല് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, അണപ്പല്ലിനോട് ചേർത്ത് വെക്കുമ്പോൾ ലാ വലദ്ദാ, അതാണ് വലദ്ദാലിൻ. മറ്റേത് ലാ ലാ, രണ്ട് പല്ലിൻ്റെ ഇടയിലൂടെ ലാ ലാ വലല്ലാ. അത് വലല്ലാ പറയരുതേ. എന്താ ഉദാഹരണം? വദ്ദാലിമീൻ, ഇന്നദ്ദാലിമീന ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമദ്ദാലിമീൻ. ളാലിമീൻ അത് ലാ, ഇത് അല്ലാഹ്. നമ്മുടെ നാവ് മേലത്തെ പല്ലിൻ്റെ മുകളിൽ ആ ഗമ്മ എന്നാണ് പറയുക, മേൽഭാഗത്ത് തട്ടണം. ല എന്ന് പറയുന്നിടത്ത് വരണം നാവ്. ല അല്ലാഹ് 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 അല്ലാഹ്, അങ്ങനെ പറഞ്ഞു നോക്കി. അല്ലാഹ് അല്ലാഹ്. ഹരിസ് കുഴപ്പമില്ലല്ലോ, നിങ്ങൾ പണ്ട് ക്ലിയറാക്കി വെച്ചിരിക്കണല്ലേ. അൽഹംദുലില്ലാ. എനിക്ക് നമ്മൾ കുറേ മുമ്പ് ക്ലാസ് തുടങ്ങി 2009 നമ്മൾ ആ കൊല്ലത്ത് ഞാൻ പറഞ്ഞിരിക്കണമെന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ക്ലാസ് എടുത്തപ്പോൾ നമ്മളന്ന് മേലെ ഇരുന്ന് അവിടെ, അപ്പോൾ പെണ്ണുങ്ങളിരിക്കുന്ന ഭാഗത്തായിരുന്നു അന്നത്തെ ക്ലാസ്. അന്നുള്ള ആൾക്കാർ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അന്ന് ക്ലാസ്സിലുണ്ടായിരുന്നവർ? യാ അല്ലാ, മാഷാ അല്ലാ, മാഷാ അല്ലാ. 5-6 ആളുണ്ടല്ലേ? ബറക്കല്ലാ. അപ്പം അത് തുടക്കത്തിൽ ശരിയാക്കേണ്ട സംഭവമാണത്. ഓക്കെ. ഇന്നനി അനല്ലാഹ്, ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന. അല്ലാഹുവിൻ്റെ ഇസ്മുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്മാണ് ഇസ്മുൽ അഅ്ളമാണ്. ഇദാ സുഇല ബിഹി അഅ്താ. ഇസ്മുൽ അഅ്ളം വെച്ച് അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹു തആല നൽകിയിരിക്കും എന്ന് പറഞ്ഞ ഇസ്മാണത്.